കുരുത്തക്കേട് അൺലിമിറ്റഡ് ആകുമ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ശിക്ഷയൊക്കെ കൊടുക്കാറുണ്ട്. സോഫയിൽ കയറ്റിയിരുത്തും. അപ്പോൾ ഇങ്ങനെയുടെ ഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒറ്റക്കുള്ളൊരു ഡേ ആണെന്ന്, വീടൊക്കെ ആകെ അലങ്കോലമൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ കരുതി അടിയിൽ നിന്നും തൊടലിൽ നിന്നൊക്കെ തുടങ്ങാമെന്ന്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി വിളക്ക് കത്തിക്കുന്ന ഇടമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ ജനലും വാതിലും ഒക്കെ ഞാൻ ഒന്ന് തുറന്നിട്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് പുകച്ചെടുത്തു കേട്ടോ. കാരണം പട്ടിക്കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു സ്മെല്ല് വരും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഞങ്ങൾ പുറത്തുനിന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നതെന്ന്. അതെ, എല്ലാ ദിവസവും ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സാധനം ഞങ്ങൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഒന്നും കഴിക്കാറില്ല. ചായയോടെ എന്തെങ്കിലും ചെറിയ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഹെവി ആയിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കാറ്. അപ്പോൾ അതെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിച്ചൻ്റെ കോലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കിച്ചണൊക്കെ വൃത്തിയാക്കി ബൂബുവിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾക്കുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. സാമ്പാർ, പിന്നെ ഉണക്കമീൻ വറുത്തത്, പിന്നെ കൂണുതോരൻ, പിന്നെ ചോറ്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരു 12:30 1 മണിക്കുള്ളിൽ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ അന്നേരം തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ജനലിൻ്റെ അരികിൽ പോയി ഇതെല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ എനിക്ക് 5 മണിക്കാണ്.